അവർ സിനിമ ചെയ്യുന്ന കാലത്തൊക്കെ ഞാൻ വേറെ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെനിക്ക് ശ്രദ്ധേയമായൊരു വേഷം തന്നില്ല. എനിക്കതിൽ പരാതിയൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നു. ഇപ്പോഴും സിദ്ദീഖ് പോയി, ലാല് ആയിട്ട് ഇപ്പോഴും നല്ല ബന്ധമാണ്, എന്നും നല്ല ബന്ധമാണ്. ഒരിക്കലും ഒരു മോശമായ രീതിയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുകയോ സ്നേഹത്തിന് കുറവൊന്നും വന്നിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സിനിമയിലെ പല കാരണങ്ങളുണ്ടാകാം. അത് അവരോട് തന്നെയാണ് ശരിക്കും ചോദിക്കേണ്ടത്. കാരണം എന്തുകൊണ്ട് എന്നെ പരിഗണിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക? അത് ശരിയാണ്, ആ ചോദ്യം കറക്റ്റാണ്. മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ ഒരുക്കിയ പ്രമുഖരായ ഡയറക്ടേഴ്സിൽ രണ്ടുപേരാണ് അവർ. അപ്പോൾ അവർക്ക് എന്താണ് എന്നെ പരിഗണിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരം പറയാൻ കഴിയില്ല. പരിഗണിക്കാമായിരുന്നു അവർക്ക്. അവർ സിനിമ ചെയ്യുന്ന കാലത്തൊക്കെ ഞാൻ വേറെ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെനിക്ക് ശ്രദ്ധേയമായൊരു വേഷം തന്നില്ല. എനിക്കതിൽ പരാതിയൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നു. ഇപ്പോഴും സിദ്ദീഖ് പോയി, ലാല് ആയിട്ട് ഇപ്പോഴും നല്ല ബന്ധമാണ്, എന്നും നല്ല ബന്ധമാണ്. ഒരിക്കലും ഒരു മോശമായ രീതിയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുകയോ സ്നേഹത്തിന് കുറവൊന്നും വന്നിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സിനിമയിലെ പല കാരണങ്ങളുണ്ടാകാം. അത് അവരോട് തന്നെയാണ് ശരിക്കും ചോദിക്കേണ്ടത്. കാരണം എന്തുകൊണ്ട് എന്നെ പരിഗണിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക? അത് ശരിയാണ്, ആ ചോദ്യം കറക്റ്റാണ്. മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ ഒരുക്കിയ പ്രമുഖരായ ഡയറക്ടേഴ്സിൽ രണ്ടുപേരാണ് അവർ. അപ്പോൾ അവർക്ക് എന്താണ് എന്നെ പരിഗണിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരം പറയാൻ കഴിയില്ല. പരിഗണിക്കാമായിരുന്നു അവർക്ക്.